രണ്ട് സംഖ്യകളുടെ ഉസാഖ 8ഉം സംഖ്യകളുടെ ഗുണനഫലം 286 ലസാഗു കാണുക. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം കണ്ട നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു രണ്ട് സംഖ്യയായാലും ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് അവയുടെ ലസാഗുവിൻ്റെയും ഉസാഖയുടെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ രണ്ട് സംഖ്യകൾ എ എന്നും ബി എന്നും എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം അതായത് എ ഗുണം ബി എന്ന് പറയുന്നത് അവയുടെ ലസാഗുവിനും അതായത് LCMനും HCFൻ്റെയും അതായത് ഉസാഖയുടെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയേ, രണ്ട് സംഖ്യകളുടെ ഉസാഖ 8 തന്നിട്ടുണ്ട്, അതായത് HCF നമുക്ക് 8 തന്നിട്ടുണ്ട്, ഇൻറ്റു LCM നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? ഈക്വൽ ടു ഈ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 286, അതായത് എ ഇൻറ്റു ബി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 256 തന്നിട്ടുണ്ട്. ഇതാ LCM നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ LCM കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? ഈ ഗുണിച്ചിരിക്കുന്ന 8 സമത്തിനപ്പുറത്തുണ്ടായാൽ പോരെ. അപ്പോൾ 256 ഡിവൈഡഡ് ബൈ 8 ആവും. ഈക്വൽ ടു ഇതാ 8ഉം 25ഉം വെട്ടാം. 25 എത്ര 8 ഉണ്ട്? 3 8 24. ശിഷ്ടം എത്രയാ? 1. 16 എത്ര 8 ഉണ്ട്? 2 8 16. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 32.